ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ ആയിരിക്കുകയാണല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വചനമായ മിശിഹായെ, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ എളിയവർക്ക് അത് പ്രകാശം പരത്തുന്നുവല്ലോ. ഈ സമയം അങ്ങയുടെ പ്രകാശം എന്നിലേക്ക് പരത്തുവാൻ അവിടുന്ന് തിരുവുള്ളമാകണമേ. ആമേൻ. നമ്മളിന്ന് ധ്യാന വിഷയമായിട്ട് എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഏത് കാര്യങ്ങൾക്കും ഒരു പൂർണ്ണത ഉള്ളത് വളരെ നല്ലതാണ്. ഈ സത്യാത്മാവാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആത്മാവ്. നമുക്കറിയാം, ഇന്ന് വ്യക്തി, കുടുംബം, സമൂഹം ഇതൊക്കെ എടുക്കുമ്പോൾ ഒന്നും പൂർണ്ണമല്ല. എവിടെയൊക്കെയോ അപൂർണതകൾ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കുടുംബങ്ങളെടുത്താലും അങ്ങനെ, സമൂഹത്തെ എടുത്താലും, വ്യക്തികളെ എടുത്ത് പരിശോധിച്ചാലും അങ്ങനെയാണ്. പൂർണ്ണതകൾ ഒരു ഇല്ലായ്മ നമ്മൾ കാണുകയാണ്, അപൂർണതകൾ കാണുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ, 42 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇന്നുവരെ എന്നെ ഒന്ന് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. 42 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. 42 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിലും ഒരു അപൂർണത, മനസ്സിലാക്കലിന് എന്തോ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു. ഒരു യുവാവ് ഷെയർ ചെയ്തു, സിസ്റ്ററെ, പപ്പയ്ക്കും മമ്മിക്കും ഞാൻ ഏക മകനാണ്. അവർ പറയുന്നത് വിട്ടൊന്നും ഞാൻ പ്രവർത്തിക്കാറില്ല. എനിക്ക് എൻജിനീയറിംഗ് ആയിരുന്നു ഇഷ്ടം. അവർക്ക് താല്പര്യം ഞാനൊരു ഡോക്ടറായി കാണാനായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ താല്പര്യം പോലും മാറ്റിവെച്ചിട്ട് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഇഷ്ടം ഞാൻ തിരഞ്ഞെടുത്തിട്ടും അവർക്ക് എന്നെ ഇതുവരെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. മകൻ്റെ വിഷമം അവിടെയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും അപൂർണതകൾ നമ്മൾ കാണുകയാണ്, അപാകതകൾ കാണുകയാണ്. എന്നാൽ ഈ അപൂർണതകളും അപാകതകളും മാറിപ്പോകാൻ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളെ സഹായിക്കും. അവനാണ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുക. കോഴി അടയിരുന്ന് ക്രമേണ അതിൻ്റെ ചൂടേറ്റ് മുട്ട വിരിഞ്ഞ് കുഞ്ഞ് ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ബീജമില്ലാത്ത മുട്ടയാണെങ്കിലോ അത് ചീമുട്ടയായി മാറുന്നത് നമുക്കറിയാം. അപ്പം ജീവനില്ലാത്തത് അപൂർണതയായി മാറുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ പൂർണ്ണത നമ്മൾക്ക് തരാൻ സാധിക്കുന്ന പരിശുദ്ധാരൂപിയോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ജീവൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ ഈ സത്യാത്മാവ് തന്നെ നമുക്ക് വരണം. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല. വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധ്യമല്ല. എന്താണ്? ഈ ലോകം അതിൻ്റേതായ സന്തോഷങ്ങളിലും ആസക്തികളിലും ഒക്കെ മുഴുകി ജീവിക്കുമ്പോൾ സത്യാത്മാവിനെ സ്വീകരിക്കാനായിട്ട് കഴിയുകയില്ല. കാരണം വചനം പറയുന്നുണ്ട്, അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ ആത്മാവിനെ കാണുന്നില്ല, അറിയുന്നില്ല. അപ്പോൾ അറിയുന്നില്ലാത്ത ഒന്നിനെ, കാണുന്നില്ലാത്ത ഒന്നിനെ മനസ്സിലാക്കാനായിട്ട്, അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ്. കർത്താവ് നമ്മളോട് വാഗ്ദാനം ചെയ്തു. ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വചനം, ഇതാ എൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഇതാ എൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഈ വാഗ്ദാനം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കതനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ.
എനിക്കിപ്പോൾ ഒരു ഐഫോൺ ഒരാൾ തന്നെന്നിരിക്കട്ടെ. ഐഫോണെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അതിൻ്റെ സെറ്റിങ്സ് ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ഞാൻ അതിങ്ങനെ കൈ കൊണ്ടു നടക്കുക അങ്ങോട്ടൊരു മെച്ചം ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഉപയോഗം അറിഞ്ഞിരിക്കണം. കർത്താവ് പറയും, ഇതാ ഞാൻ നിങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു, എൻ്റെ വാഗ്ദാനം നിങ്ങളുടെയൊക്കെ ഞാൻ നൽകുന്നു. ഈ വാഗ്ദാനം സത്യാത്മാവാണെന്നുള്ള അറിവ് ഇല്ലെങ്കിൽ പിന്നെ നമുക്കതനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. ഈ വാഗ്ദാനം പരിശുദ്ധാത്മാവാകുന്ന ഈ വാഗ്ദാനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആത്മാവ് നമുക്ക് പറഞ്ഞു തരും എതിലേ പോകണം, എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് തീരുമാനിക്കണം, ഏത് പ്രവർത്തികളിലേക്ക് പോകണം. ഇത് നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. നവീകരണ രംഗത്തിലൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി വ്യക്തികൾ ഇന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് സഹോദരന്മാർ പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമാണ്. സിസ്റ്റേ, ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു ഏതാ ചെയ്യേണ്ടത്. 2 ജോലി ഒരേപോലെ വന്ന് കിടപ്പുണ്ട്, രണ്ടും വലിയ കുഴപ്പമില്ല. ഇതിലേതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? പരിശുദ്ധാരൂപയോട് ഞാൻ ചോദിച്ചപ്പം ആത്മാവ് എനിക്ക് പറഞ്ഞു തന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 6-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളിൽ ഗിദെയോനോട് ദൈവമായ കർത്താവ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നീയാണ് എന്നോട് സംസാരിക്കുന്നതെങ്കിൽ എനിക്കൊരു അടയാളം തായോ. നീയാണ് എന്നോട് സംസാരിക്കുന്നതെങ്കിൽ എനിക്കൊരു അടയാളം താ, അതനുസരിച്ച് ഞാൻ ചെയ്യാം. അങ്ങനെ ദൈവത്തോട് അടയാളം ചോദിക്കുക. ദൈവം കൃത്യമായ അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ചില മനുഷ്യരൊക്കെ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരും, ഇന്നതുപോലെ പറഞ്ഞു കൊടുക്ക്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പ്രാർത്ഥിക്കാനായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ കാതിൽ പറഞ്ഞു, അദ്ദേഹത്തോടൊരു നല്ല കുമ്പസാരം നടത്താനായിട്ട് പറഞ്ഞു കൊടുക്കാൻ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഫോണാണോ? ഞാൻ ചോദിച്ചു, സഹോദര കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളായോ? പറഞ്ഞു, സിസ്റ്റർ ഒത്തിരി നാളായില്ല, ഞാൻ കുമ്പസാരിച്ചിട്ട് 1.5 മാസമായുള്ളൂ. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഒരു നല്ല കുമ്പസാരം നടത്താനായിട്ട് പറയുന്നു, എല്ലാ പാപങ്ങളും ഓർത്താനത് വെച്ച് നല്ലൊരു കുമ്പസാരം നടത്താൻ ആവശ്യപ്പെടുന്നു. ഞാനത് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അങ്ങനെ കേട്ടു, ഫോൺ കട്ട് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് സിസ്റ്റർ എന്നോട് കുമ്പസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടതെന്നും. ഞാൻ സിസ്റ്റർ പറഞ്ഞതിന് പിറ്റേ ദിവസം പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ പണമിടപാടുകളുമായിട്ടുള്ള ഒരു ഇടപാടായിരുന്നു അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പോയി, അത് ചെയ്തു, ഭംഗിയായി പര്യവസാനിച്ചു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ദിവസം ഇവിടെ NRC കൊളത്തുവയലിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സഹോദരന്മാർ കിടക്കുന്ന ബ്ലോക്കിൽ, സെൻറ്റ് ജോസഫ് ബ്ലോക്കിൽ നിന്ന് ഭയങ്കര വർത്തമാനം കേൾക്കാം. ഉടനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ റൂമിലേക്ക് ഒന്ന് ചെല്ലാൻ. ഞാൻ ധ്യാന സെൻറ്ററിൻ്റെ വരാന്തയിൽ നിന്ന് ഞാൻ ഈ സെൻറ്റ് ജോസഫ് ബ്ലോക്കിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 2-3 ചേട്ടന്മാർ കൂടുന്നു വളരെ ഉച്ചത്തിൽ വർത്തമാനം പറയുക, പുക എടുത്തു കഴിഞ്ഞ് വർത്തമാനം പറയുക. ധ്യാന ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദര എന്തായി ചെയ്യുന്നത്? അപ്പോൾ ഉടനെ പറഞ്ഞു, സിസ്റ്റർ ഇപ്പോൾ ഈ നിമിഷം ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചില്ല. ഉടനെ തന്നെ വീടി പാക്കറ്റ് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇല്ല, ഇനി ഞാൻ നിർത്തി, ഇത് ഞാനൊരു അടയാളമായിട്ട് കാണുന്നു, ഇനി ഒരിക്കലും ഞാനിത് ഉപയോഗിക്കുന്നില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ആ വീടി പാക്കറ്റ് എൻ്റെ കയ്യിലേക്ക് തന്നു വിട്ടത് ഞാൻ ഓർക്കുക. ആ സമയത്ത് പരിശുദ്ധാത്മാവ്, ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അങ്ങോട്ടൊന്ന് ചെല്ല്. ഉടനെ അങ്ങോട്ടൊന്ന് ചെല്ലുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ വഴികളെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പത്രോസിനുണ്ടായ ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കേണ്ട, അവരോട് ഒപ്പം പോവുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. നമുക്ക് പത്രോസിനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക, നീ എഴുന്നേറ്റ് താഴേക്ക് ചെന്നിട്ട് അവരോടൊപ്പം യാത്ര ചെയ്യുക.
മടിക്കണ്ട, പേടിക്കണ്ട, ഞാനാണ് അവരെ ഇങ്ങോട്ട് നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജീവിതം എത്ര എളുപ്പമാണെന്നറിയാമോ. വളരെ ഭംഗിയായി പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അരൂപി പറയുന്നത് പോലെ ഒന്ന് ചെയ്ത് ആ സ്വരം ഒന്ന് കേട്ട് അവിടത്തോട് ചേർന്ന് നിന്നാൽ എല്ലാ കാര്യങ്ങളും ശുഭമായി നമുക്ക് തീരും. അതാ ഈശോ പറഞ്ഞത്, സത്യാത്മാവ് വന്നു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ നമ്മളെ നയിക്കും. അപ്പോൾ അരൂപിയോട് ചേർന്ന് നിൽക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ ചെയ്യുകയാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഏത് പ്രയാസങ്ങളിലും, ഏത് ബുദ്ധിമുട്ടുകളിലും, ഏത് സങ്കടങ്ങളിലും, എത്ര വലിയ കൊടിയ ദുരന്തത്തിലും പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായത്തിനെത്തും. നമ്മളെ സഹായിക്കും. സ്തേഫാനോസ്, കല്ലെറിയപ്പെട്ട സ്തേഫാനോസ്, ആ സമയത്ത് ക്ഷമിച്ചുകൊണ്ട് മരിക്കാൻ, അല്ലേ, സ്വർഗീയ ദർശനങ്ങൾ കാണാൻ പരിശുദ്ധാത്മാവ് അവിടെ അദ്ദേഹത്തെ സഹായിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് അവിടെ തിരുവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജന്മന മുടന്തനായ ഒരുവൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പറ്റിയല്ല. അപ്പം പൗലോസ് ഈ ആളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ പൗലോസിന് മനസ്സിലായി ഇദ്ദേഹത്തിൽ നല്ല വിശ്വാസമുണ്ടെന്ന്. ഈ രോഗിക്ക് സൗഖ്യം പ്രാപിക്കാനുള്ള വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇയാളോട് പറയുകയാണ്, എഴുന്നേറ്റ് നടക്കാൻ. കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ. കർത്താവിൻ്റെ നാമത്തിൽ അദ്ദേഹം ചാടി എഴുന്നേറ്റ് നിന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുകയാണ്. പൗലോസ് സൂക്ഷിച്ച് നോക്കിയപ്പോൾ പൗലോസിന് മനസ്സിലായി ഇദ്ദേഹത്തിൽ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസമുണ്ട് എന്ന്. സഹോദര സഹോദരി, കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം നിന്നിലുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം നിന്നിൽ ഉണ്ടെങ്കിൽ ഈ സമയം തന്നെ എഴുന്നേറ്റ് നടക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും. ഒരുപക്ഷേ ഈ വചനം കേട്ടുകൊണ്ട് കട്ടിൽ കിടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഇതിന് മുൻപിലിരുന്ന വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. വിശ്വാസമുണ്ടോ എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം അതേപടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രേഷ്ഠത നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ഇടവഴിയിലൂടെ നടന്നിട്ട് വേണം ഒരു റോഡിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ. അതൊരു ഇടുക്കുള്ള ചെറിയ നടപ്പാത മാത്രമേ ഉള്ളൂ. കുറച്ചങ്ങ് നടന്ന് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് നടന്ന് പോവുക. രാവിലെ 6:20 സമയം, 6:45 വിശുദ്ധ കുർബാനയ്ക്ക് അവിടെ കയറും. അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജപമാല ചൊല്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഒരല്പം കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു പാമ്പ്. എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയാണ്, ഒരു പാമ്പ് വരാൻ പോകുന്നു, പാമ്പിനെ അവിടെ കാണും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ വളരെ ഗൗരവമായിട്ട് തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ കാര്യത്തെ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഉള്ള വെളിച്ചത്തിൽ വഴിയിലൂടെ നോക്കി നടന്ന് ഈ ഒരു സന്ദേശം എൻ്റെ കാതിൽ കിട്ടി. ഒരു 3 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, ഒരു പാമ്പ് അവിടെ നെടുനീളം വഴിയിൽ കിടക്കുക. ഞാൻ അവിടുന്ന് കാലും കൊണ്ട് ഒച്ച ചവിട്ടി ആ ജീവി ആ സൈഡിലേക്ക് പോയി. ഞാൻ ദേവാലയത്തിലേക്കും പോയി. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവുണ്ടല്ലോ ഓരോ നിമിഷവും നമുക്ക് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ, ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവായി ബഹുമാനപ്പെട്ട വർക്കിച്ചൻ പരിശുദ്ധാരൂപയോട് ഒരുപാട് വിധേയത്വവും അനുസരണവുമുള്ള ഒരു മകനായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും അവിടുത്തോട് ചോദിക്കും, ആത്മാവിനോട് ചോദിക്കും. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് അച്ഛൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ എത്ര എളുപ്പമാണ്, ദൈവത്തിന് ഹിതകരമായ രീതിയിൽ അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും
ആത്മനിയന്ത്രണത്തിൻ്റേതുമായിട്ടുള്ള ആത്മാവ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നിയന്ത്രണമുണ്ടെങ്കിൽ ഭയം നമ്മളിലേക്ക് കടന്നു വരികയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ക്ലിയറായിട്ടുള്ള ആ ശബ്ദം നമുക്ക് ലിസൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ വഴിയിലൂടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് പോകുന്ന ഒരാളെ കൊണ്ട് പരിശുദ്ധാത്മാവിന് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിന് എല്ലാവരോടും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലോകത്തിൻ്റെ ശബ്ദകോലാഹലങ്ങളിൽ മുഴുകിക്കിടക്കുന്ന ഈ ആത്മാവിനോട് അതുകൊണ്ട് പരിശുദ്ധാരൂപിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ, പ്രചോദനം, ദിവ്യമായ ശബ്ദം നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ അതുപോലെ ഏകാഗ്രമാക്കി പരിശുദ്ധാരൂപിക്ക് നമ്മൾ വിട്ടുകൊടുക്കണം, സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ വഴിയിലൂടെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട്, യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് വിശുദ്ധിയുടെ ആത്മാവാണല്ലോ, പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. അപ്പോൾ പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പാപസുഖങ്ങൾ, പാപവാസനകൾ നമ്മളിൽ നിറഞ്ഞു കുടികൊള്ളുകയാണെങ്കിൽ ദൈവാത്മാവിൻ്റെ ശബ്ദം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് കേട്ടാൽ പോലും അതനുസരിക്കാനായിട്ട് നമുക്ക് വിഷമമാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൻ്റെ യാത്ര വളരെ നമുക്ക് എളുപ്പമായി തീരും. സാവൂള്, പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അനുസരണക്കേട് കാണിച്ച സാവൂളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി സാവൂൾ ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീരുന്നത് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് അറിയാമായിരുന്നത് കൊണ്ടായിരിക്കാം 51-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദാവീദ് ദൈവത്തിനെതിരെ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പരിശുദ്ധാത്മാവ് എടുത്തു കളയപ്പെട്ട ഈ സാവൂളിനെ അറിയാമായിരുന്നത് കൊണ്ടായിരിക്കാം ദാവീദ് ഇപ്രകാരം ഉള്ളു നൊന്ത്, ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചത്. അവിടുന്ന് എന്നോട് കരുണയായിരിക്കണം, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത് എന്നുള്ള വലിയ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായിട്ട് പരിശുദ്ധാരൂപിയോട് നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം. പരിശുദ്ധാരൂപിയോട് നമ്മൾ വിധേയത്വമുള്ളവരായിരിക്കണം. അനുസരണമുള്ളവരാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞു കാര്യമാണ്, പരിശുദ്ധാത്മാവിനോട് നമ്മളൊന്ന് ആലോചന ചോദിച്ചിട്ട് ചെയ്തേ, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. വളരെ പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവേ, ഈ ആൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണമേ, എന്നിലൂടെ പറഞ്ഞു തരണമേ. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ എത്രയോ പേർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എത്രയോ പേരുടെ ജീവിതങ്ങൾ കൊണ്ട് സന്തോഷമായി പോകാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ കിടക്കുന്ന ആളോടൊന്ന് ചോദിക്ക്, ആ ചേച്ചിയോട് ചോദിക്ക്, 7 മാസം മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഒരാഴ്ചക്കാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും എന്നുള്ളത്. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ കിടക്കുന്ന ആളോടൊന്ന് ചോദിക്കുക, 7 മാസം മുൻപ് ഈ മകളോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഒരാഴ്ചക്കാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചേച്ചിക്ക് എങ്ങനെയെങ്ങാനും വല്ല ഒരു അറിയിപ്പെങ്ങാനും പരിശുദ്ധാരൂപ തന്നിരുന്നോ ഒരു 7 മാസം മുൻപ്? ഉടനെ ചേച്ചി കുറേയേറെ നേരം ആലോചിച്ചിട്ട് പറയാണ്, എൻ്റെ സിസ്റ്ററേ, ശരിയാ, ഞാനൊരു സഹോദരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പം ആ സഹോദരൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചി ഒരസുഖം വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരാശുപത്രി കാണിക്കുന്നുണ്ട്, ആശുപത്രി കട്ടിൽ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നതാണ്. ഞാനതങ്ങ് പാടെ മറന്നുപോയി, ഇത്രയും മാസമായില്ലേ. നമുക്ക് പരിശുദ്ധാത്മാവ് മാസങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നതാണ് ഇങ്ങനെ സംഭവിക്കാനൊരു സാധ്യതയുണ്ട്. ചേച്ചി പ്രാർത്ഥിച്ചില്ല, അതിനു വേണ്ടി ഒരുങ്ങിയതുമില്ല, ചേച്ചി അത് മറന്നേ പോയി. നമുക്ക് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുൻപായിരിക്കാം, ചിലപ്പോൾ മാസങ്ങൾക്ക് മുൻപായിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കാം, ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ള വ്യത്യാസമേ കാണുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് വളരെ കൃത്യമായി നമ്മളത് അനുസരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിയണം. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ എൽഡർ വഴി എന്നോട് പറഞ്ഞു, സിസ്റ്ററിന് ഒരു ഷോക്ക് അടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്
അതുകൊണ്ട് സ്വിച്ചൊക്കെ ഇടുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. നനഞ്ഞ കയ്യിലൊന്നും കൊണ്ടുപോയി സ്വിച്ച് ഓൺ ചെയ്യരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. സന്ദേശങ്ങളൊക്കെ കിട്ടി. ഞാനൊരു 5-6 മാസക്കാലം അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നല്ലൊരു ഷോക്കടി കിട്ടി. ഇത് പറഞ്ഞു കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് കാര്യം നടക്കുക. ഷോക്കടിച്ചു, നല്ല രീതിയിലൊരു ഷോക്കടിച്ചു. ഉടനെ ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവേ, ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നോട് പറഞ്ഞിരുന്നതാ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ചെറിയ ഒരു അപകടത്തിലൊക്കെ അത് നിന്നല്ലോ എന്നോർത്ത്. പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരായി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ അവൻ്റെ ജീവിതത്തിൽ വഴി കാട്ടാനും മാർഗനിർദ്ദേശം നൽകാനും വിശുദ്ധരായി ജീവിക്കാനും പ്രലോഭനങ്ങൾ വെടിയാനും ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞു ജീവിക്കുന്നവരാകാനും ദൈവത്തിൻ്റെ ആ പദ്ധതി നിറവേറ്റപ്പെടുന്നവരായി ജീവിക്കാനും ഒക്കെ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഈ സത്യാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം. ഈ സത്യാത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ സത്യാത്മാവ് നമ്മളെ ഇങ്ങനെ നയിച്ചുകൊള്ളും. വളരെ സുഗമമായി നമുക്ക് ആ യാത്ര സന്തോഷപ്രദമായിരിക്കും. അതിനകത്ത് രോഗം വന്നാലും കഷ്ടതകൾ വന്നാലും ദുരിതങ്ങൾ വന്നാലും സാമ്പത്തിക പ്രതിസന്ധി വന്നാലും ജോലി നഷ്ടപ്പെട്ടാലും ഒക്കെ നമ്മൾ വലിയ അങ്ങറ്റത്തെ ഒരു ദുഃഖത്തിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കില്ല. അതെല്ലാം സ്നേഹപൂർവ്വം തരണം ചെയ്യാൻ പരിശുദ്ധാരൂപി നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ പൂർണ്ണതയുടെ ആത്മാവിനെ അപൂർണതകൾ നിറഞ്ഞിരിക്കുന്ന എൻ്റെ വ്യക്തിജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, സമൂഹ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ആത്മാവിനോട് കൂടെ നല്ലൊരു ജീവൻ നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുന്ന് പൂർണ്ണതയുടെ ആത്മാവാണല്ലോ. അവിടുന്ന് എന്നെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ. എൻ്റെ കർമ്മങ്ങളിൽ, എൻ്റെ വ്യാപാരങ്ങളിൽ എല്ലാം അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും എന്നെ നടത്തുകയും എന്നോടൊപ്പം വസിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.